ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ അങ്ങനെ വീറ്റ് സെഡ് മാരേജ് ഹീറോയ്ക്ക് മാസ്ക് 7 മാസ്ക് ഇട്ടായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു അതാരാന്ത്. അങ്ങനെയായിട്ട് മാരേജ് കിടക്കാൻ പോകുന്നു. റിങ് ഇട്ടിട്ട് ഹീറോയി മുറയ്ക്കായിരുന്നു. ഇല്ലാത്ത കർണവും മുമ്മീനെ മുറയ്ക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് അവർ റിങ് ചെയ്തു. പിന്നെ വെഡിങ് പറഞ്ഞ റൂം വേറെ റൂമിലാണ് താമസിച്ചത്. പിന്നെ മാരേജ് കഴിക്കാൻ പിന്നെ എല്ലാം പാസ്ബുക്കാക്കി ഇന്ത്യക്ക് ഇതെല്ലാം റിജക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇന്ത്യക്ക് വന്നായിരുന്നു. ഹീറോയിൻ റൂമിലുണ്ടായി മൈലാഞ്ചി അത് ഇതെല്ലാം ഇന്ത്യയിലും മാരേജ് എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു മാരേജ്. അങ്ങനെയായിട്ട് ഹീറോയിൻ മാരേജ് ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ഇന്ത്യ സൈസ് മാരേജ് നടന്നായിരുന്നു. മാരേജ് നടക്കുമ്പോൾ വീണ്ടും മാസ്ക് ഫ്ലവേഴ്സ് വെച്ച് തൊപ്പിയിലിട്ട് അതുകൊണ്ട് വീട് കാണാൻ പറ്റില്ലേ. കടുപ്പാകാൻ തുടങ്ങി ഹീറോയ്ക്ക്. എന്ന് ചൊടി വരാൻ തുടങ്ങി ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് ഇത് സർപ്രൈസ് എന്ന് പറയാം. ഹീറോയിൻ മുറക്കാണ്. അങ്ങനെ റൂമൊക്കെ പാൽ കൊടുത്തോണ്ട് പറഞ്ഞാൽ റൂമൊക്കെ പോയി നോക്കുമ്പോൾ അങ്ങനെയായിട്ട് ഹീറോയിൻ എനിക്ക് തോന്നുക ഇതല്ല ചേച്ചി സോറി ഇത് പറഞ്ഞ് പോകുന്ന നോക്കുമ്പോൾ ഷാക്കായി. അപ്പോൾ പറയാൻ തുടങ്ങിയായിരുന്നു ഇല്ല ഇത് എന്നെ റൂമാണെന്ന് പറയായിരുന്നു. ഹീറോയിൻ മുറിക്കരുത് എന്താ നിങ്ങൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഹീറോയിൻ മൂഡ് ചേഞ്ച് ആയിരുന്നു. എന്താ മാം എന്ത് ഹസ്ബൻഡായോ എന്ത് പ്രശ്നമുണ്ട് പറയായിരുന്നു. ഇവിടെ കണ്ടും പിടിച്ചും ഉണ്ട് മുഖം അതിലുണ്ടോ മാം എന്ന് പറഞ്ഞ ചോദിച്ചത്. അതെ ഞാനാണ് മാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പറയായിരുന്നു. ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. ഹീറോയിൻ നടന്ന് പോവാം ബ്യൂട്ടി മാരിമി എന്നോട് ഓർച്ചതൊക്കെ ആയിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ എന്തിനാ വേറെ ചേച്ചി ഹീറോയിൻ മുറിക്കാണ് 7 വരെ. അപ്പം നിങ്ങളാണ് മിരട്ടി മാരേജ് കഴിച്ചത് പ്ലാൻ ചെയ്തതെല്ലാം പറഞ്ഞ് ഹീറോയിൻ മുറിക്കാണ് 7 വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഹീറോയിൻ നീ കോളേജിൽ കൊറിയയിലെന്ന് ടീച്ചറായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഓരോ കോളേജുണ്ട്. അതേ കോളേജ് ജോയിൻ ചെയ്ത് ഹീറോയിൻ ടീച്ചറൊക്കെയായിരുന്നു. അങ്ങനെ മൈക്കിൾ അതേ കോളേജിലാണ് പഠിക്കുന്നത്. മൈക്കിൾക്ക് അറിയില്ലായിരുന്നു. മൈക്കിൾ പറഞ്ഞ അതേ കോളേജിലാണ് പഠിക്കുന്നത്. ഒരു ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. അങ്ങനെ മൈക്കിൾ പറഞ്ഞ സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. മൈക്കിൾക്ക് ഹീറോ മലക്കാണ്. അങ്ങനെ ഹീറോയിനെ ഇഷ്ടപ്പെട്ട മൈക്കിൾ പറഞ്ഞ ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത് ഹീറോയി കണ്ടുക്കാതെ പോകുന്നത് എനിക്ക് മാരേജ് ആയിപ്പാ കണ്ടുക്കാതിരിക്കുക ഇനി വീട്ടിൽ പുറത്ത് കിടപ്പാൻ തുടങ്ങി. എന്താടാ എൻ്റെ വൈഫിൻ്റെ പുറത്ത് നടക്കുമോ വെച്ചിട്ടുണ്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ 3 പേര് ഭയങ്കര ടെൻഷൻ പേർത്തിയായിരുന്നു. ബാക്കി മെമ്പേഴ്സ് അറിയില്ല. 3 പേരാണ് ഹീറോയിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ ഹീറോയിൻ ജിമ്മിൻ ടോർച്ചർ ലവ് ടോർച്ചർ പറയാം ഇവൾക്ക് ബൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വെറുപ്പിയെത്താതെ 3 പേര് പറഞ്ഞ് നോക്കുമ്പോൾ ഈ മൈക്കിൾ ഹീറോയിൻ ടോർച്ചർ കാരണം 3 പേർക്ക് ടെൻഷനായി. അങ്ങനെ വെച്ചോണ്ടൊക്കെ 3 പേര് ഓടി പോയിട്ട് എന്ന് പറയുന്നത് ഷുഗ എന്താ വെച്ച് സമാധാനം നിങ്ങൾ ഉറങ്ങണ്ട ഇനി എന്താടാ നടന്നവരെ പറഞ്ഞു. ഷുഗർ ടെൻഷൻ ആരടാ എൻ്റെ വൈഫിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞു ഷുഗർ വന്നായിരുന്നു. ഷുഗറാണ് മൈക്കിൾക്ക് പേടിയായിരുന്നു. സീനിയർ എന്താടാ ചെയ്തത് ഇവനാണ് ഞങ്ങളെ വൈഫ് പ്രൊപ്പോസ് ചെയ്തത് എന്നറിയണം. ഷുഗറൊക്കെ ടെൻഷനായി. എന്താടാ നീ എങ്ങനെയുള്ള ഞാൻ എങ്ങനെട്ടാ ഇങ്ങനെ കുത്തു തുടങ്ങിയത്. ഷുഗർ 6 മുത്തൂര ഉണ്ടായിരുന്നു. ആരൊക്കെ ഷോക്കായിരുന്നു. ജിന്ന 6 മൂടി വന്നു. ജേഹപ്പ് എന്ത് പറ്റിയിട്ട് ശരിയില്ലല്ലോ എന്ന് ജേഹ് വന്നു. എന്താടാ അവിടെ നടക്കുന്നത്. ഷുഗർ ഒരു സമാധാനമൊക്കെ ഇല്ല ഇവനക്ക് എൻ്റെ വൈഫ് വേണോടാ വൈഫ് വേണം എന്നാ വെച്ചോ ഇത് ഷുഗർ തല്ലുകാരിയായിരുന്നു. 3 പേരെ ഭയങ്കര ഹാപ്പിയായിരുന്നു. 3 പേരൊക്കെ ഈ ജിമ്മിന് പോയിക്കോ കുത്ത അവൻ്റെ മൂക്ക് കൊടുത്തു കുത്താവും ജബ് പറയായിരുന്നു. അവൻ്റെ മണ്ടയ്ക്ക് കുത്തു എന്ന് പറഞ്ഞ് 3 പേര് പറഞ്ഞു കൊടുക്കാതെ വായ് മുടിയായിരുന്നു. ജിമ്മിൻ്റെ വായ് മുടാറും വായ് വിടുക വീടിൻ്റെ വായ് മുടാതെ തുടങ്ങിയായിരുന്നു. വായ് വിടുറായിരുന്നു. ഞാൻ വായ് മുടുക 2 പേര് വെച്ചിട്ട് എന്താ ചെയ്യാന്നത്. അങ്ങനെയായിട്ട് ഓരോ നാൾ വായ് വിടുകയെന്ന് ജേഹാബൊക്കെ ടെൻഷനായിരുന്നു. ഷുഗർ പറയുന്നത് നല്ല ആഗ്രഹം കാണിച്ചു ഓർക്ക് ടെൻഷനായി. വായ് വിടുക 2 പേരും വായ് മുടിയായിരുന്നു. ഷുഗർ സമാധാനമൊക്കെ ആയിരുന്നു. അപ്പോൾ ഷുഗർ മറട്ട തുടങ്ങി. ഇനി മേലെ ടീച്ചറുടെ പുറകിലായിരുന്നു നടക്കുന്നത്. ഞങ്ങളെ വൈഫിൻ്റെ പുറകെ നടന്ന് അടിച്ച് മണ്ടൻ കൊടുക്കുമെന്ന് പറയുന്നു. ഇവർ വൈഫ് ആരാ എനിക്കൂടെ അറിയില്ല. ഇവരുടെ വൈഫിന് പുറകെ ഞാൻ നടക്കരുത് എനിക്ക് ചെല്ലായി കിട്ടി എന്നാണ് ഡേസ് തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒരു ഒരുമാതിരിയാവാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് എന്താ എനിക്കാണെന്ന് ഹീറോയ്ക്ക് അതെ ചിന്ന ഇപ്പോൾ വീട്ടിലാവുള്ളത്. ചിന്ന ഹീറോയിൻ കൂടെ ഇരുന്നത് ഹീറോയിൻ മയങ്ങി വിടുക. ചിന്നക്ക് ഷോക്കായിരുന്നു. എന്ത് പറ്റി എന്ന് പറയാതെ ആ വീട്ടിൽ സമ്മര് ഡാഡിയും മമ്മിയെല്ലാം ഉണ്ടായിരുന്നു. മമ്മി ചെക്ക് ചെയ്ത് എന്ത് പറ്റി ഇവൾക്ക്. മമ്മി പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടു ഡോക്ടറെ വിളിക്കാമെന്ന് പറയാം. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തങ്ങ് ഇവൾക്ക് അഡ്മിറ്റാണെന്ന് പറയുന്നു. അവർക്ക് ഹാപ്പി ആയിരുന്നു. ചിന്നക്ക് ഭയങ്കര ഹാപ്പി. ചിന്ന ബാക്കി മെമ്പേഴ്സൊക്കെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് അവർ പറയുന്നു ഞാനെന്ന കാര്യം പറയുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി. കോളേജൊക്കെ ഒന്ന് പോകണ്ട ലീവ് എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ടെൻഷനായി. കോളേജ് പോകാതെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിലുണ്ട് ഫൈനൽ ഇയറാണ് ഒന്ന് മുണ്ടാതിട്ട് പഠിക്കണോ എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. പഠിക്കണോ എന്ന് പറയുന്നു. പറയുന്നു നീ ക്ലാസ് എടുക്കണം ഞാനേ ക്ലാസ് എടുക്കാനാണ്. ഹീറോ മുറിക്കായിരുന്നു. ആറം പറയുന്നു ഞാൻ ക്ലാസ് എടുക്കാം നിൻ്റെ ക്ലാസ് ഞാൻ എടുക്കാം. പറയുന്നു.
ഹീറോയ്ക്ക് ഡേഞ്ചറായി. ശരി പടാ നീ എടുക്കടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയിന് കോളേജ് പോകുന്നില്ല. ക്യാരിങ് ഭയങ്കര ഹീറോയ്ക്ക്. കുറച്ച് നാൾ ഹീറോയിൻ കോളേജിൽ പോയി. പിന്നെ 6ാം ക്ലാസ് എടുക്കായിരുന്നു. 6ാം ക്ലാസ് പഠിപ്പിക്കുമായിരുന്നു. എല്ലാവരും ഇരിക്കുകയായിരുന്നു 6ാം പഠിക്കുന്ന ഇല്ല ഇതാക്കണം എന്നും 6ാം തുടങ്ങി. എല്ലാവരും പഠിക്കാൻ തുടങ്ങി. 6ാമാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഇരിക്കും. നമ്മളെ ക്ലാസ് പ്രിൻസിപ്പൾ വന്നായിരുന്നു. എന്താടാ അവിടെ നടക്കുന്നത്, നീ അല്ലടാ പഠിക്കുന്നത്, നീയാ പഠിപ്പിക്കുന്നത് 6ാമിൻ്റെ ഡാഡി പറയായിരുന്നു. ഇല്ല എൻ്റെ വൈഫ് ക്യാരിങ് ഇവിടെ ഡേയ്സ് പോകുന്നത് ഹീറോയ്ക്ക്. അതിപ്പോൾ പ്രസവം അങ്ങനെ ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. ഭയങ്കര ഹാപ്പി. 7 ബേബീസാണ് ക്യൂട്ടായിട്ട് ജനിച്ചത്. 7 ബോയ്സ് ബേബിയാണ്. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിനെല്ലാം കെയറിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6ാമാണ് ക്ലാസ് എടുക്കുന്നത്. എക്സാം അത് ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ 6ാം ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. 6ാം ഏതാ ക്ലാസ് എടുക്കുക ഹീറോയ്ക്ക് ഡേഞ്ചറായി. ഇത് വെച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞ് 6ാം മമ്മി പറയാൻ തുടങ്ങിയായിരുന്നു. എടാ നീ മിണ്ടാതിട്ടാ ഇനി ഞാൻ ക്ലാസ് എടുക്കാം 6ാം മമ്മി പറയായിരുന്നു. 6ാം പറയുന്നു മമ്മി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ഇവിടെ വന്നിരുന്നാവാ. അതൊക്കെ പോട്ടെ ഞാൻ ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞ് 6ാം മമ്മി ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ബോറടിക്കാം എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ ഫൈനൽ എക്സാം വരാൻ തുടങ്ങിയാണ്. ഹീറോ വീട്ടിലാണുള്ളത്. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞാൽ അവരെല്ലാവരും ഇപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞാൽ ഹീറോ അങ്ങനെയായിട്ട് അവർ മാസ്റ്റർ ഡിഗ്രി പഠിക്കും. ജോയിൻ ചെയ്ത് മാസ്റ്റർ ഡിഗ്രി. ഞാൻ മാസ്റ്റർ ഡിഗ്രി പഠിക്കും ഏതായിട്ട് 7 വാശി വിടായിരുന്നു. ഇപ്പോൾ കുറേ ഡേയ്സ് വരുന്നത്. ഇപ്പോൾ അവർക്ക് മാസ്റ്റർ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഓരോന്ന് കമ്പനി റൺ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസെല്ലാം ഹീറോയ്ക്ക് ഇപ്പോൾ ഗേൾ ബേബി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈക്കിളിൻ്റെ അവസ്ഥ എന്ത് സംഭവിച്ചാൽ മൈക്കിൾ ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത് ഹീറോ എന്താ വരാത്ത നോക്കുമ്പോൾ ഹീറോയ്ക്ക് മാരേജായി. ഹീറോയുടെ ഹസ്ബൻഡ് മൈക്കിൾക്ക് ഒന്നും അറിയില്ല. മൈക്കിൾക്ക് പിറ്റേ ദിവസം ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അവരുടെ ഡാഡിക്കായിരുന്നു. മൈക്കിളിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്താ എല്ലാം അത് ഇങ്ങനെ ടീച്ചറെ പോലെ നടക്കുന്നത്, ഞങ്ങൾ ലവ് ചെയ്യാം ടീച്ചർ, ഞാൻ ലവ് ചെയ്യാതെ പറഞ്ഞത് എന്താണ് ഓൾറെഡി മാരേജായ ടീച്ചർ ഇല്ല എന്ന് വേണം ചുമ്മാ പറയുന്നു. അപ്പോൾ പറയുന്നു പറഞ്ഞേക്കടാ അത് PTS മെമ്പർക്ക് പേര് പറഞ്ഞു അവരുടെ വൈഫാണ് ഇനി മെയിലെ നിറക്കുന്നത് എടുക്കണ്ട ഇല്ല എന്ത് ചെയ്യുന്നത് ഞാനറിയില്ല ഇത് പറഞ്ഞ് PTS മെമ്പർ ഡാഡി മറട്ടി വിട്ടായിരുന്നു. അത് മാത്രം മമ്മി മറട്ടി വിട്ടായിരുന്നു. 2 പേരും മറട്ടി വെച്ചായിരുന്നു. മൈക്കിൾക്ക് പേടിയായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറി.